മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. അവരുടെ ഓവറോൾ എനർജി എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. 4 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ നല്ല രീതിയിൽ ആൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അവർ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ എനർജിയിൽ എന്താ വരുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഈ എനർജിയിൽ ഈ ഒരു സമയത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കാം. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് ആ സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഇല്ലാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്നേഹം അങ്ങനെ ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിലായിരിക്കാം പോകുന്നത്. നിങ്ങൾ ഒരു ബാലൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും. അതായത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ വ്യക്തി കൂടുതലും ചില കാര്യത്തിനൊക്കെ ഫോക്കസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഫിനാൻഷ്യലി അവർ മറ്റാർക്കൊക്കെയോ കൂടുതലും അവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. സ്നേഹമാവട്ടെ, ഫിനാൻസ് ആവട്ടെ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങളുടെ വ്യക്തി മറ്റേ ഫാമിലിക്കായിരിക്കാം ചിലപ്പോൾ കൂടുതലും നിങ്ങളെക്കാളും ഒരുപിടി ഫോക്കസ് കുറച്ചും കൂടി കൂടുതൽ കൊടുക്കുന്നത് ഫാമിലിക്കായിരിക്കാം, അവരുടെ ഫാമിലിക്കായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്കതൊരു ഇതാണ്. അതിലാണ് ഒരു ബാലൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ രണ്ടാളും ഒരുപോലെ വേണം നിങ്ങളുടെ വ്യക്തിക്ക്. കൂടുതലും അവർക്ക് ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് സഹിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ എനർജിയിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബാലൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതും. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കേട്ടോ. അവർക്ക് അവരുടെ ഫാമിലി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ നിങ്ങളെയാണ് ആൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി. ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രത്തോളം നിങ്ങളെ തന്നെയാണ് ആളുടെ മനസ്സിലുള്ള ഒരു ഫാമിലി. കാരണം അവർ നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത്, ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതും നമുക്കിവിടെ കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, ആൾ ഒരു ഹസ്ബൻഡായിട്ട് വൈഫായിട്ട്. അവരെപ്പോഴും നിങ്ങളെ മനസ്സിൽ അവർ സ്വപ്നം കാണുന്നത് അവരുടെ ഫാമിലി പോലെയാണ് നിങ്ങൾ കേട്ടോ. ഒരു അതുപോലെ ജീവിക്കണം എന്നുള്ള ഒരു സ്വപ്നമാണ് അവർക്ക്. നിങ്ങളെപ്പോൾ അവരുടെ കൂടെ വേണം, എന്നും സന്തോഷത്തോടെ ഉണ്ടാവണം, എന്നും ഒരു ഹാപ്പിനെസ്സൊക്കെയാണ് അവർക്ക്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് വരുന്നത് കേട്ടോ. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. വല്ലാതെ നിങ്ങൾ സന്തോഷിച്ച നിമിഷങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അവർക്ക്. അപ്പോൾ അത് വീണ്ടും വീണ്ടും അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം അതിൻ്റെ ഇരട്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒന്നും മതിയായിട്ടില്ല അവർക്ക്, അത്രയും അവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കാണുന്നത്. സ്ട്രെങ്ത്താണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ആൾക്കൊരു പ്രതീക്ഷയുണ്ട്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ കിങ് ഓഫ് ഷോർട്സും വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അങ്ങനെ പെട്ടെന്നൊന്നും ഈ വ്യക്തിക്ക് അങ്ങനെ എന്താ പറയുക, നിങ്ങൾ പിണങ്ങിയാലേ നിങ്ങളങ്ങനെ പെട്ടെന്ന് ആൾക്ക് ഇവിടെ കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ഇണങ്ങുന്ന ഒരു സ്വഭാവമല്ല. അപ്പോൾ ആൾക്കതൊരു ഇതുണ്ട്, നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് നിങ്ങളങ്ങനെ ഇണങ്ങാത്തൊരു സ്വഭാവമാണ് നിങ്ങൾ. അപ്പോൾ ആൾക്കത് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങളുടെ പിണക്കം മാറ്റാനും കുറച്ച് പാടുപെടണം എന്നൊക്കെയാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ ആൾക്കിപ്പം പ്രതീക്ഷയാണ്, ഒരു വിശ്വാസമാണ് നിങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഇവിടെ മെയിൻ കാണുന്നത്. എത്രയൊക്കെ പിണക്കമുണ്ടെങ്കിലും എത്രയൊക്കെ വഴക്ക് നിങ്ങൾക്കിടയിലുണ്ടെങ്കിലും ആൾക്ക് നിങ്ങളെപ്പോഴും ഒരു വിശ്വാസമാണ്, എപ്പോഴും ഒരു ഇഷ്ടം കൂടുതലാണ് നിങ്ങളടുത്ത്. അതുകൊണ്ടാണ് ആളിങ്ങനെ വഴക്കിടുന്നത്. ഒരിഷ്ടം നിങ്ങളോട് കൂടിയതുകൊണ്ടാണ്.
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നവരായിട്ട് കാണുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ നിങ്ങളെ മെരുക്കിയെടുക്കാനൊക്കെ കുറച്ച് പാടാണ്. കാരണം സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളെ കാട്ടിലെ സിംഹത്തിനെ മെരുക്കിയെടുക്കുന്ന ഒരാളാണിത്. ഇതുപോലെയാണ് നിങ്ങൾ. അതായത് നിങ്ങളിപ്പോൾ പിണങ്ങിയാലെല്ലാം നിങ്ങളെ മെരുക്കിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാണ് എന്നാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു വഴങ്ങുന്ന കൂട്ടത്തിലല്ല നിങ്ങൾ. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത്. അപ്പം ഇപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. നിങ്ങളെ നല്ലോണം മിസ് ചെയ്യാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത്. ആൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചെത്തണം. ഇനി എന്തൊക്കെ നിങ്ങൾ വഴക്കോ ഇനിയിപ്പോൾ ഫാമിലി പ്രശ്നമോ അങ്ങനെ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ആൾക്കിപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി വരണം, തിരിച്ചു വരണം. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവാം ചില സാഹചര്യത്തിൽ. പക്ഷേ ആൾക്കിപ്പോൾ നിങ്ങളെ ഭയങ്കര മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആൾക്കിപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട ഒരു ചിന്താഗതിയിലാണ് ഉള്ളത്. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളെന്തോ ഇപ്പോഴും നിങ്ങൾക്ക് എന്തോ വേദനാജനകമായൊരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ആളുടെ സ്നേഹത്തിന് എന്തോ ഒരു എനിക്ക് 2 കാർഡ്സിൽ മനസ്സിലാകുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹം ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കുറവ് ആദ്യമൊക്കെ നല്ല രീതിയിൽ കിട്ടിയതായിട്ടുണ്ടാവും. പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ നിന്ന് നമുക്ക് ആ ഡെത്ത് കാർഡാ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ബ്രേക്കപ്പ് ആണെന്നുള്ളത് മനസ്സിലായി. അതേപോലെ നോ കോണ്ടാക്റ്റ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും നിങ്ങൾ അതിലൊരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്തോ ഒരു സ്നേഹക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ആൾ ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. ആൾക്ക് നിങ്ങളെ ഇപ്പോൾ കാണണമെന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്, ആൾ ചില സാഹചര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കുറവായിരിക്കും. ചിലപ്പം ഫോക്കസും വേറൊരു ദിശയിലോട്ട് കൊടുക്കുന്നുണ്ടാവും. അത് നിങ്ങളെ ഭയങ്കര വിഷമിപ്പിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ആളുടെ ഫീലിങ്സിൽ എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങൾ അത്രത്തോളം ഇഷ്ടമാണ് അവർക്ക്. ഇവിടെ നിങ്ങളെ അത് തന്നെയാണ് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഒരു ഫാമിലി ആക്കേണ്ട ഒരു ചിന്താഗതി, അതായത് ഫാമിലി പോലെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ആളെപ്പോഴും നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ആളുടെ മനസ്സിലെപ്പോഴും ആ ഒരു തേടിക്കൊണ്ടിരിക്കുക, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഭയമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഭയമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വരാൻ സാധ്യത കുറവായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ അതല്ലേ, നിങ്ങളിപ്പോൾ വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു എന്താ പറയുക, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി അവർക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്തായി തീരുമെന്നോർത്തിട്ടും ആവാം കേട്ടോ. എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ ഇനി ആളുടെ മനസ്സിലുണ്ടെങ്കിലും ആളുടെ പ്രതീക്ഷ നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് ആൾ ഏത് സിറ്റുവേഷനിലായാലും ശരി, ഓർക്കുന്നത് മൊത്തം നിങ്ങളെ തന്നെയാണ് കേട്ടോ. അവരെങ്ങനത്തെ ഏതവസ്ഥയിലാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിന്തിച്ചു കൂട്ടുന്നത് നിങ്ങളെ മാത്രമാണ് കേട്ടോ. അതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ എനർജി നോക്കട്ടെ. നിങ്ങൾ എന്തോ ഒരു കാര്യം തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. എന്തോ ഒരു കാര്യം, ഈ വ്യക്തിയുടെ തന്നെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉറപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇവിടെ ഇത് തന്നെയാണ് അവരും ഒരു ബാലൻസ് വേണമെന്നുള്ള ഒരു ഇതിലാണ് അവരുടെ ഫീലിങ്സിൽ നിങ്ങളോടുള്ള. അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ബാലൻസ്, അല്ലെങ്കിൽ ശരിയാവില്ല, നിങ്ങൾ കൂടുതൽ അകന്ന് പോകും, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോകും ഇപ്പോഴത്തെ. അതുകൊണ്ട് ഒരു ബാലൻസ് പെട്ടെന്ന് വരുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതിയിൽ ഹൈ പ്രഷ്യസ് എനർജിയാണ്. നിങ്ങൾ ഈ വ്യക്തിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നോ എന്നൊരു ഡൗട്ട് ഈ വ്യക്തിക്കുണ്ട്. എല്ലാം നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഒരു ഭയം. ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിലാണ് ആൾക്ക് നല്ല ഭയമുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ സീക്രട്സ് ഉണ്ട്, ഈ വ്യക്തിയെടുത്ത് പറയാത്ത എന്തൊക്കെയോ ഉണ്ട് എന്ന ആൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതും ആൾക്കൊരു എന്തൊക്കെയോ ഒരു ഭയപ്പെടുത്തുന്നുണ്ട് ആളെ ശരിക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ ആളോട് നിങ്ങളത് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്കതൊക്കെ അറിയാം എന്ന ആൾ നിങ്ങളെക്കുറിച്ച്, അതാണ് ആൾ ചിന്തിക്കുന്നത്. അതാളെ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിൽ.
എന്നിരുന്നാലും ലവേഴ്സ് കാർഡാണ്. ആൾക്ക് നിങ്ങളെ വിടാൻ പറ്റൂല, നിങ്ങളെ വിട്ട് കളയാൻ പറ്റൂല, അത്രയും ഇഷ്ടമാണ്. ആൾ ആഗ്രഹിക്കുന്നുണ്ട്, ഡിവൈനായിട്ട് ചേർത്ത് വെച്ച ബന്ധമാണ്. ആൾ ഒരുപാട് ആൾക്ക് എന്താ പറയുക, ഒത്തിരി സോൾ കണക്ഷൻ തോന്നുന്നത് നിങ്ങളടുത്താണ്. ആ ഒരു സ്നേഹം, ഒരുപാട് സ്നേഹം തോന്നുന്നത് നിങ്ങളടുത്ത് തന്നെയാണ് എന്നാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ ആൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതിയിലാണുള്ളത് കേട്ടോ. പക്ഷെ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തത് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കാരണം നിങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തന്നെ ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ വേണം. അത് നിങ്ങളുടെ സ്വപ്നമാണ്. ഈ വ്യക്തി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ വ്യക്തി കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് കൂടുതൽ അതാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് കേട്ടോ. ഈ വ്യക്തിയുമായിട്ടൊരു യാത്ര പോകണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അവർ നിങ്ങളുടെ ലോകമാണ്, വേൾഡാണ്. അതാണ് നിങ്ങളുടെ ഒരു ഇത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തോ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത്. നിങ്ങളുടെ വ്യക്തി ആളൊരു ആക്ഷനിലേക്ക് വരും കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ബ്ലോക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കും. ഇപ്പോൾ ബ്ലോക്ക് മാറ്റണം എന്നുള്ള ചിന്താഗതിയിലുണ്ട്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ വഴക്കാണ് നിങ്ങൾക്ക് മെയിൻ കാരണം. നമുക്കിവിടെ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഇതിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എങ്ങനെയായാലും ശരി, ഒരുപാട് സ്നേഹമുണ്ട് എന്നാൽ ഒത്തിരി വഴക്കമുണ്ട് ഈ ബന്ധത്തിൽ കേട്ടോ. നിങ്ങളിപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ വിടില്ല ആൾ, കാരണം നിങ്ങളെ വേണം. എന്നാൽ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാകുന്നത് യാതൊരു കുറവുമില്ല കേട്ടോ. ഇന്ന് ഒന്നാവണമെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അന്ന് രാത്രി നിങ്ങൾ ചിലപ്പോൾ ഒന്നാവുമായിരിക്കും. പക്ഷെ അന്ന് തന്നെ നിങ്ങൾ തമ്മിൽ വീണ്ടും നിങ്ങൾ 1-2 പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കും. ഇതാണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ട് കളയാൻ ഉദ്ദേശമില്ല. അവരുടെ പരിധിയിൽ നിർത്താൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ് ഉണ്ട്. ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം നിങ്ങളടുത്തുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തൊരു അവസ്ഥയിലേക്കൊക്കെ ആയിട്ടുണ്ട് ഇത് ബന്ധം. പക്ഷെ അവർ നിങ്ങളിപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം. പക്ഷെ വഴക്കിടുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല. അതിനിപ്പോൾ വന്നാലും ഇനിയിപ്പോൾ നിങ്ങളുടെ വ്യക്തി വരും ആൾ. പക്ഷെ നിങ്ങളാണ് ഇപ്പോൾ ശരിയായി കിട്ടേണ്ടത്. ആൾക്ക് നിങ്ങളെയാണ് ഇപ്പോൾ ഭയക്കുന്ന ആൾ. കാരണം നിങ്ങൾ ഓക്കെ ആയെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ എങ്ങനെ മെരുക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ആളുള്ളത് വന്നാൽ തന്നെ. പക്ഷെ വഴക്കുണ്ടാക്കുന്നത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. രണ്ടുപേരും എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ പിന്നെ വീണ്ടും നിങ്ങൾ വഴക്കിലേക്കാണ് ഇത് വരുന്നതെന്നാണ് കാണുന്നത്. ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെ ചാരിയറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് വഴക്ക് നിങ്ങളടുത്ത് എന്ത് വഴക്കുണ്ടാക്കിയാലും ശരി, ആൾക്ക് നിങ്ങളെ വേണം. നിങ്ങളെ വിട്ട് കളയാൻ ഈ വ്യക്തി തയ്യാറല്ല. അതാണ് മെയിനായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് എങ്കിൽ ആൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പിണക്കത്തിൻ്റെ പേരിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആൾ നിങ്ങളിലേക്ക് വരും. അതിൽ യാതൊരു സംശയമില്ല. ആൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത്. സോഷ്യൽ വർക്കർ ആയിരിക്കാം, ഡ്രൈവർ, കൊല്ലം, മിറാക്കിൾസ്, ബ്യൂട്ടീഷ്യൻ, ഉത്രട്ടാതി, മാർച്ച് മാസം. ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ സമയത്ത്. ഉത്രം നക്ഷത്രം, സ്റ്റുഡൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. രോഹിണി, ലെറ്റർ സെഡ് ആണ്, റിയൂണിയൻ ഉണ്ടാകും. ലെറ്റർ ബി ആണ്, ബി കേട്ടോ. അത്തം നക്ഷത്രം, പൂരം, കാർത്തിക. ലെറ്റർ ഡി ആണ്, ഡി കേട്ടോ. 12, ക്യൂ ആണ്, ലെറ്റർ ക്യൂ. 40, 24 കേട്ടോ, 24.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേരുടെ എനർജീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിൽ നിന്നും എടുക്കാവുന്നതാണ്, ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് ഈ ഒരു റീഡിങ് കണക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു റീഡിങ്ങിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്